എണ്ണമറ്റ ചോദ്യങ്ങളിലൂടെ അവയ്ക്ക് ഉത്തരം തേടി സഞ്ചരിച്ച മനുഷ്യവർഗം ഇപ്പോൾ എത്തി നിൽക്കുന്ന ധാരണകൾ മുൻകാലങ്ങളേതിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ്. സങ്കുചിതമായ കാഴ്ചപ്പാടുകളുണ്ടായിരുന്ന ഒരു കാലം പിന്നിട്ട് വിശാലമായ വീക്ഷണങ്ങൾ സ്വന്തമാക്കുവാൻ ആധുനിക മനുഷ്യന് കഴിഞ്ഞിരിക്കുന്നു. തുറന്ന കണ്ണുകളോടെ ലോകയാഥാർത്ഥ്യങ്ങളെ സമീപിക്കുവാൻ മനുഷ്യന് ശക്തി പകർന്നത് അവൻ്റെ ചിന്താശേഷിയും അന്വേഷണത്വരയുമാണ്. ശാസ്ത്രത്തിൻ്റെ സങ്കേതങ്ങളിലൂടെ വസ്തുതകളെ വിശകലനം ചെയ്യാനും പ്രപഞ്ചസത്യങ്ങളെ സമീപിക്കുവാനും കഴിഞ്ഞത് പരമയാഥാർത്ഥ്യങ്ങളായ ലോകസത്യങ്ങളെ ഉൾക്കൊള്ളുവാൻ അവനെ പ്രാപ്തനാക്കി. തന്നെക്കുറിച്ചു തന്നെയും ഈ പ്രപഞ്ചത്തെക്കുറിച്ചും കൂടുതൽ വ്യക്തമായ ഒരു ചിത്രം അവതരിപ്പിക്കുവാൻ കഴിഞ്ഞത് ശാസ്ത്രത്തിൻ്റെ മഹത്തായ ഒരു നേട്ടമാണ്. ചില ഗണിതശാസ്ത്ര തത്വങ്ങൾക്ക് ആധുനിക ശാസ്ത്രത്തോട് എന്നതുപോലെ മനുഷ്യജീവിതവും ലോകസത്യങ്ങളുമായി ആഴമേറിയ ബന്ധങ്ങളുണ്ട്. അത്തരത്തിൽ ചിന്തിച്ചാൽ ജീവിത യാഥാർത്ഥ്യങ്ങളുമായി ഏറ്റവുമധികം ബന്ധപ്പെട്ടു നിൽക്കുന്ന വിജ്ഞാന മേഖലയാണ് ഗണിതശാസ്ത്രം. ഗണിതശാസ്ത്രത്തിൻ്റെ ഗവേഷണ മേഖലകളും ഗണിതം മുന്നോട്ട് വയ്ക്കുന്ന തത്വശാസ്ത്ര ചിന്തകളും ഏറെ ആഴമുള്ളവയാണ്. ചിന്തിക്കുന്ന മനുഷ്യർക്ക് മുന്നിൽ ഗണിതശാസ്ത്രം നിരത്തുന്ന ആശയങ്ങൾ ജീവിത സത്യങ്ങളെ ഉൾക്കൊള്ളുവാൻ അവരെ സഹായിക്കുന്നു. അതിനൊരുദാഹരണമാണ് പൂജ്യം, അനന്തത എന്നീ ആശയങ്ങൾ. ഇന്നോളം മനുഷ്യന് പൂർണ്ണമായി വിശദീകരിക്കാൻ കഴിയാത്ത ആ രണ്ട് ആശയങ്ങൾക്ക് തത്വശാസ്ത്രപരമായി ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. മനുഷ്യജീവിതവും ഈ ജീവിതത്തിൽ അവൻ കാണുന്ന കാഴ്ചകളുമായി ബന്ധപ്പെട്ട് വേറിട്ടൊരു വിശദീകരണം നൽകുവാൻ അവയുമായി ബന്ധപ്പെട്ട തത്വശാസ്ത്രങ്ങൾ സഹായകമാണ്. ശൂന്യതയിൽ നിന്ന് ദൈവം ലോകത്തെ സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞാണല്ലോ ബൈബിൾ ആരംഭിക്കുന്നത് തന്നെ. ഈ ശൂന്യത എന്ന് പറയുന്നത് എന്താ? ദൈവശാസ്ത്ര വീക്ഷണങ്ങൾ പറയുന്നു അത് ദൈവത്തിൻ്റെ പൂർണ്ണത തന്നെയാണ്. എക്സ് നിഹിലോ നിഹിൽ ഫിത്തും. ശൂന്യതയിൽ നിന്നും ഒന്നിനും ഉണ്ടാകാൻ സാധിക്കുകയില്ല. അതൊരു യുക്തിപരമായ അസംഭവ്യതയാണ്. എന്നാൽ അത് ദൈവത്തിൻ്റെ പൂർണ്ണതയായിട്ട് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ എല്ലാത്തിനും ശൂന്യതയിൽ നിന്നും ഉണ്ടായി വരാൻ സാധിക്കുകയും ചെയ്യും. ഈ ശൂന്യതയിലുണ്ട് അനന്തത മുഴുവനും. അനന്തതയിലുണ്ട് അന്ധത. അന്ധതയിലുണ്ട് ഒരർത്ഥത്തിൽ അനന്തത എന്ന് പറയുന്നത്. സീറോ ഗണിതശാസ്ത്രത്തിലെ അതിപ്രധാനമായ ഒരു സംഖ്യയാണ്. നമുക്കൊക്കെ വളരെ സുപരിചിതമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഗണിതശാസ്ത്രപരമായ അർത്ഥതലങ്ങൾക്ക് ഉപരി ഇതിന് ഒത്തിരി ദാർശനിക മാനങ്ങളുണ്ട്, ഒത്തിരി മതാത്മകമായ അന്തർധാരകളുണ്ട്. അവയെ ഒന്ന് പരിചയപ്പെട്ടിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഇന്നത്തെ ലൈറ്റ് ഓഫ് ട്രൂത്തിൻ്റെ എപ്പിസോഡിൽ ഗണിതശാസ്ത്ര വിദഗ്ധർ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് ശൂന്യത, അനന്തത എന്ന വിഷയമായിരിക്കും. ശൂന്യം എന്നർത്ഥം വരുന്ന പൂജ്യം കേവലമൊരു സംഖ്യ മാത്രമല്ല. ഗണിതശാസ്ത്രത്തിലെ അടിസ്ഥാന ഉപയോഗമനുസരിച്ച് സാധാരണ കണക്കുകൂട്ടലുകളുടെ ഭാഗമായി അത് അക്കങ്ങളിൽ ഒന്നു മാത്രമാണെങ്കിലും അതിൻ്റെ അർത്ഥതലങ്ങൾക്ക് വ്യാപ്തി ഏറെയാണ്. ഗണിതത്തിലായാലും മറ്റ് ശാസ്ത്രവിഷയങ്ങളിലായാലും ആധുനിക കമ്പ്യൂട്ടർ ഭാഷകളിലായാലും ഗണിതത്തിന് നിർണായകമായ ഒരു സ്ഥാനമുണ്ട് എന്നത് വലിയൊരു വാസ്തവമാണ്. പൂജ്യത്തെക്കുറിച്ച് റോബർട്ട് കപ്ലാൻ എന്ന് പറയുന്ന ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ചിന്തകൻ ഒരിക്കൽ പറഞ്ഞു, ഇഫ് യു ലുക്ക് അറ്റ് സീറോ യു സീ നത്തിങ് ആൻഡ് ഇഫ് യു ലുക്ക് ത്രൂ ഇറ്റ് യു സീ ദ എൻറ്റയർ യൂണിവേഴ്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്.
പൂജ്യത്തെ നോക്കിയാൽ നിനക്കൊന്നും കാണാൻ മനസ്സിലാകില്ല, പൂജ്യത്തിലൂടെ നോക്കിയാൽ ഈ പ്രപഞ്ചം മുഴുവൻ ഒരു അത്ഭുതമായി നിങ്ങൾക്ക് മുമ്പിൽ വിടരും എന്ന് റോബർട്ട് കപ്ലാൻ പറയുകയുണ്ടായി. വാസ്തവത്തിൽ കണക്കിലാണ് നമ്മൾ പൂജ്യം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇന്ന് പൂജ്യം എല്ലാ മേഖലകളിലുണ്ട്. കമ്പ്യൂട്ടർ സയൻസിൽ ഇപ്പം 0,1 എന്നുള്ള ബൈനറി സിസ്റ്റത്തിൽ, എല്ലാ മേഖലകളിലും, ഗണിത വ്യവഹാരങ്ങളിൽ, ഭൗതിക ശാസ്ത്രത്തിലെല്ലാം 0 ഉണ്ട്. 0 ശൂന്യത എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അതിൻ്റെ വാച്യാർത്ഥത്തിൽ അതിനെ മാറ്റി നിർത്താനായിട്ട് നമുക്ക് പറ്റില്ല. കണക്കിലെ പൂജ്യം വളരെയേറെ സാധ്യതകൾ നിറഞ്ഞതാണ്. ഇപ്പോൾ രേഖീയ നമ്പർ സിസ്റ്റത്തിൽ പൂജ്യമാണ് അതിൻ്റെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് തന്നെ. സ്ഥാനമായി സ്ഥാനമൂല്യം നിർണ്ണയിക്കുന്നതിന്, സ്ഥലമൂല്യം നിർണ്ണയിക്കുന്നതിന് 0 എന്നും ഉപയോഗിച്ചിട്ടുണ്ട്. 0 ഉപയോഗിച്ചുകൊണ്ടുള്ള ഗണിതശാസ്ത്ര പ്രക്രിയകളുമുണ്ട്. വാസ്തവത്തിൽ 0യുടെ ഒരു ചരിത്രം നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇന്ത്യക്കാരെ അവകാശപ്പെടുന്നത് അത് ഇന്ത്യ കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. ബ്രഹ്മഗുപ്തൻ തൻ്റെ ബ്രഹ്മാസ്ഫുട സിദ്ധാന്തത്തിൽ അതേക്കുറിച്ച് പറയുന്നുമുണ്ട്. ആദ്യമായിട്ട് പൂജ്യത്തെ ഒരു സംഖ്യയായിട്ട് ഉപയോഗിച്ചത് ഇന്ത്യയാണ്. അതാണ് അതിൻ്റെ ക്രെഡിറ്റ്. ഭൗതികശാസ്ത്രത്തിൽ 0 അഥവാ പൂജ്യത്തിൻ്റെ സ്ഥാനം വലുതാണ്. ഒട്ടേറെ സിദ്ധാന്തങ്ങളുടെ ഭാഗമായി പൂജ്യമെന്ന ആശയം അവതരിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും പലപ്പോഴും അത് വിശദീകരണങ്ങൾക്ക് അതീതമാണ്. അബ്സല്യൂട്ട് 0, റിലേറ്റിവിസ്റ്റ് 0, ക്വാണ്ടം 0, കോസ്മോളജിക്കൽ 0 തുടങ്ങിയ ആശയങ്ങൾ ഉദാഹരണങ്ങളാണ്. മനുഷ്യൻ്റെ ചിന്തകളെ സംബന്ധിച്ച് അതിൻ്റെ ആരംഭമോ അവസാനമോ എന്ന സങ്കല്പത്തിൽ നിന്നുമാണ് അത്തരം ആശയങ്ങൾ രൂപം കൊണ്ടിട്ടുള്ളത്. വിശദീകരിക്കാനോ വിവരിക്കാനോ കഴിയാത്ത ഒരു മറുവശം അവയ്ക്കുണ്ട്. വാസ്തവത്തിൽ മനുഷ്യൻ്റെ ചിന്താശേഷിയുടെ പരിമിതി തന്നെയാണ് അത്. ഒരർത്ഥത്തിൽ പൂജ്യം അതിവിശാലമായ സാധ്യതകൾ സമ്മാനിക്കുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. പല അടരുകളുണ്ട് പൂജ്യത്തിന്. ഇപ്പോൾ ശാസ്ത്രത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴത്തേക്കും അബ്സല്യൂട്ട് 0 എന്ന് പറയുന്ന ഒരു ശാസ്ത്രവ്യൂഹത്തിലെ ഏറ്റവും താഴ്ന്ന ടെമ്പറേച്ചർ ഊഷ്മാവിൽ എത്തിച്ചേരുമ്പോഴാണ് അതിനെ അബ്സല്യൂട്ട് 0 എന്ന് പറയുന്നത്. -273.16 ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ അബ്സല്യൂട്ട് 0. പക്ഷേ ഒരു വ്യൂഹത്തിനും അബ്സല്യൂട്ട് 0യിൽ എത്തിച്ചേരാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വൈരുദ്ധ്യമായിട്ട് നമ്മൾ പറയേണ്ടിയിരിക്കുന്നത്. അപ്പം അബ്സല്യൂട്ട് 0 എന്ന് പറയുന്നത് ശാസ്ത്രത്തിലെ ഒരു ഭൗതികത്തിലെ പ്രത്യേകിച്ച് പരമപ്രധാനമായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. രണ്ടാമത്തത് റിലേറ്റിവിസ്റ്റ് 0 എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് തമോഗർത്തങ്ങൾ അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾസ് എന്ന് നമ്മൾ പറയുന്നതാണ് റിലേറ്റിവിസ്റ്റ് 0. അതൊരു ഭീമാകാരമായ നക്ഷത്രം പൊട്ടിത്തെറിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. ഐൻസ്റ്റൈൻ്റെ ആപേക്ഷികത സിദ്ധാന്തത്തിൻ്റെ വെളിച്ചത്തിൽ പ്രത്യേകിച്ച് ദ്രവ്യം അല്ലെങ്കിൽ ഗ്രാവിറ്റി ആ സ്പേസിനെ അത് വളയ്ക്കുന്നു എന്നുള്ള ആ ഒരു കോൺസെപ്റ്റാണ് അതിന് ആധാരമായിട്ടുള്ളത് എന്ന് നമുക്കറിയാം. പക്ഷേ ഈ തമോഗർത്തത്തെ നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റില്ല. അത് അത്തരത്തിലുള്ള ആപേക്ഷികത 0 എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ പൂജ്യത്തെക്കുറിച്ചുള്ള പരാമർശമാണ് ഈ ഒരു ബ്ലാക്ക് ഹോളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നത്. മൂന്നാമത്തെ പൂജ്യം ക്വാണ്ടം 0 ആണ്. ക്വാണ്ടം 0 അതായത് ഒരു വ്യൂഹത്തിൽ അതിൻ്റെ 0 പോയിൻ്റ് എനർജി വരെ കൈവരിക്കാമെന്നാണ് പറയുന്നത്. ഈ ക്വാണ്ടം മെക്കാനിക്സിൽ കണിക ഭൗതികം എന്നാണല്ലോ നമ്മളതിനെ വിളിക്കുക. അതിലെ പൂജ്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇനോർമസ് എമൗണ്ട് ഓഫ് എനർജി ക്യാൻ ബി ഡ്രോൺ ഔട്ട് ഓഫ് വാക്യൂം എന്നാണ് പറയുന്നത്. അതായത് ശൂന്യതയിൽ പൂജ്യമുണ്ട്. കൽപ്പിത കണങ്ങൾ അതിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. റെസിഡ്യൂവൽ കൈനറ്റിക് എനർജി എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഒരു ഊർജ്ജം അതിലുണ്ട്. 0 പോയിൻ്റ് എനർജി എന്നതിനെ വിളിക്കുന്നു. ഇൻഫിനിറ്റ് എമൗണ്ട് ഓഫ് എനർജിയാണ് ഈ വാക്യത്തിലുള്ളതെന്നാണ് ഏറ്റവും നൂതനമായ ശാസ്ത്ര വീക്ഷണത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അതുപോലെ പ്രപഞ്ച വിജ്ഞാനീയത്തിലുണ്ട് 0, കോസ്മോളജിക്കൽ 0 എന്ന് നമ്മൾ പറയും. ഈ പ്രപഞ്ചം 15 ബില്യൺ ഇയേഴ്സ്, അതായത് 15 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രപഞ്ചം ഒരു വലിയൊരു സ്ഫോടനത്തോടു കൂടി രൂപപ്പെട്ടു. അതിൻ്റെ ഒരു ആദിമ ബീജം അല്ലെങ്കിൽ ആദിമ കണം, ആദിമ മുകുളം എന്ന് പറയുന്നത് കോസ്മോളജിക്കൽ 0 അതിനെ ബിഗ് ബാങ് സിംഗുലാരിറ്റി എന്നൊക്കെ വിളിക്കുന്നു. ആ ഒരു സിംഗുലാരിറ്റിയുടെ ഏകതയെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 0 എന്ന് പറയുന്നത് ശാസ്ത്രലോകത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലുമുണ്ട്. കണക്കിലുണ്ട്, ഭൗതികത്തിലുണ്ട്, കോസ്മോളജി പ്രപഞ്ച വിജ്ഞാനീയത്തിലുണ്ട്. അതുപോലെ നാനാ ഡിസിപ്ലിൻസിൽ പൂജ്യമുണ്ട്. അതുണ്ട് എന്ന് പറയുന്നതല്ലാതെ അതിൻ്റെ ആന്തരികതയിലേക്ക് കടക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ തന്നെയും കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുന്നില്ലെങ്കിലും അതവിടെ ഉണ്ട് എന്നുള്ളത് സത്യമാണ് താൻ. അപ്പോൾ ഒരർത്ഥത്തിൽ പൂജ്യം നമ്മളെ നയിക്കുന്നത് ഗണിതത്തിനും അപ്പുറത്തേക്കാണ്, ഗണിത ശാസ്ത്രത്തിനും അപ്പുറത്തേക്കാണ്, ശാസ്ത്രമണ്ഡലങ്ങൾക്കും അപ്പുറത്തേക്കാണ്. അങ്ങനെ അനധിസാധാരണമായ സാധ്യതകൾ നിറഞ്ഞ ഒരു സംഖ്യയായിട്ടാണ് ഞാൻ ഈ ഗണിതത്തെ കാണുന്നത്. ശാസ്ത്രത്തിൽ തന്നെ അതിന് വിശാലമായ മാനങ്ങളും സാധ്യതകളും ഉണ്ട് എന്ന് പറയാതെ.
മനുഷ്യ മനസ്സിൻ്റെ ഉള്ളറകളിൽ ദൈവാന്വേഷണം വേരുപാകിയ കാലം മുതൽ അവനിൽ വളർന്ന ആത്മീയതയ്ക്ക് ശൂന്യത എന്ന ആശയവുമായി വലിയ ബന്ധമുണ്ട്. പലവിധ ആത്മീയ ദർശനങ്ങളിൽ ശൂന്യതയും അനന്തതയും ഒന്നു തന്നെയാണെന്ന് കാണാൻ കഴിയും. വാസ്തവത്തിൽ പൂജ്യം എന്ന ആശയത്തെ ഏറ്റവും എളുപ്പത്തിൽ വിശദീകരിക്കാൻ കഴിയുന്നത് ഗണിതത്തിൻ്റെ ഭാഷയിലാണ്. മതദർശനങ്ങളിലേക്ക് വന്നാൽ ആ ആശയത്തിൻ്റെ സങ്കീർണത അനന്തമായി മാറുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ ആത്മീയാചാര്യന്മാർക്കും ചിന്തകർക്കും ചിന്തിച്ചവസാനിപ്പിക്കാൻ കഴിയാത്ത ഒരു വിഷയമാണിത്. രീതിശാസ്ത്രപരമായ ചില വ്യത്യാസങ്ങളുണ്ടെങ്കിൽ തന്നെയും മതദർശനങ്ങളിൽ പൂജ്യമുള്ളതായിട്ട് അല്ലെങ്കിൽ ഒരു പൂജ്യ അനുഭവമുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഉദാഹരണമായിട്ട് ഹൈന്ദവ വിശ്വാസത്തിൽ നമ്മൾ പറയുന്ന നിർവാണ എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെ എടുക്കാം. സനാതന ദൈവത്തിൽ വിലയം പ്രാപിക്കലാണത്. ഒരു എക്സ്പീരിയൻസ് ഓഫ് ബീങ് വൺ വിത്ത് ഗാഡ്. ഒരു ലയനമാണത്. ദൈവവുമായിട്ട് അലിഞ്ഞു ചേർന്ന് ഇല്ലാതാകുന്ന ഒരു പ്രക്രിയ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. ശങ്കരൻ പറയുന്ന വോയിഡ് ഫിലോസഫി, ശൂന്യത എന്ന് പറയുന്നതിൽ തന്നെ വലിയൊരു ഫിലോസോഫിക്കൽ ദർശനം തന്നെ അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. അതുപോലെ വേദങ്ങളിൽ പറയുന്ന പ്രപഞ്ചോൽപ്പത്തിക്ക് കാരണമായ ആദിമ പുരുഷനെക്കുറിച്ച് ഈ പുരുഷ സൂക്ത ഋഗ്വേദത്തിൽ പറയുന്നുണ്ടല്ലോ. ആദിമ മനുഷ്യൻ്റെ ആത്മത്യാഗത്തിലൂടെ, സീറോയിസേഷനിലൂടെയാണ് ഈ പ്രപഞ്ചം വിടർന്ന് വികസിച്ചത്. എല്ലാ ജീവജാലങ്ങളും സചേതനവും അചേതനവും ഉണ്ടായത് ഈ ഒരു ആദിമ പൂജ്യത്തിൽ നിന്നാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം പൂജ്യം എന്ന് പറയുന്നത് എല്ലാ മത ദർശനങ്ങളിലും അത് അടങ്ങിയിട്ടുണ്ട്. ഇനിയും നമുക്ക് ബുദ്ധിസത്തിലേക്ക് വരുമ്പോൾ ശൂന്യത, അതിൽ തന്നെ ആ ഒരു ശൂന്യതയുടെ അനുഭവം, ദിസ്നെസ് ദാറ്റ്നെസ് എന്നൊക്കെ ബുദ്ധിസ്റ്റ് പറയും, അതിനെ വിളിക്കും. അതാണ് ഇതാണ്, എന്നാൽ അതല്ല ഇതല്ല എന്നും പറയും. അതിൽ ധ്രുവീകരണങ്ങളുടെ സമന്വയമുണ്ട് എന്നവർ പറയാറുണ്ട്. എതിർ ദിശകൾ ഏകോപിപ്പിക്കപ്പെടുന്നു എന്നവർ പറയാറുണ്ട്. ശൂന്യത ഈസ് ആൻ എക്സ്പീരിയൻസ്, അനുഭവമാണ് എന്ന് അവസാനം അവർ പറഞ്ഞു വയ്ക്കുകയാണ്. ആ അനുഭവത്തെ വിശദീകരിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കുമ്പോൾ നമ്മളതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് പറഞ്ഞു വരുമ്പോൾ പൂജ്യം എന്ന് പറയുന്നത് എല്ലാറ്റിലും ഉണ്ട്. പൂജ്യം ഒന്നുമില്ലായ്മയെ, ശൂന്യതയെ സൂചിപ്പിക്കുന്നു. പക്ഷെ ആ ശൂന്യതയെ നമുക്കറിയാം. ഇൻഫിനിറ്റി അനന്തതയാണ് സൂചിപ്പിക്കുന്നത്. അനന്തമായി എവിടെയോ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒന്ന്. എന്നാൽ ഇതാണ് ഇൻഫിനിറ്റി എന്ന് നമുക്ക് ഒരിക്കലും ചൂണ്ടിക്കാണിക്കാനാവില്ല. മൈനസ് ഇൻഫിനിറ്റി എന്നൊരു സങ്കല്പവുമുണ്ട്, പൂജ്യത്തിൽ നിന്ന് താഴോട്ട് പോകുന്നത്. അതും അനന്തമായി എവിടേക്കോ പോകുന്നു എന്നാണ് പറയുന്നത്. ഏതോ ഒരു ഇടത്ത് ഈ ഇൻഫിനിറ്റിയും മൈനസ് ഇൻഫിനിറ്റിയും ഒന്നാകുന്നു എന്നും ഒരു സങ്കല്പമുണ്ട്. അപ്പോൾ ഇത് ഞാൻ അഹം ബ്രഹ്മാസ്മി ആയിട്ട് ഒന്ന് താരതമ്യം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ തന്നെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത് പോലെ ഈ ഇൻഫിനിറ്റി തന്നെ ആയിരിക്കാം ഒരുപക്ഷെ പൂജ്യം, പൂജ്യം തന്നെ ആയിരിക്കാം മൈനസ് ഇൻഫിനിറ്റി. ഇതെല്ലാം ഒരുപക്ഷെ ഒന്നായിരിക്കാം. അത് അഹം ബ്രഹ്മാസ്മി എന്ന തത്വത്തിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സീറോയും ഇൻഫിനിറ്റിയും മാത്തമാറ്റിക്സിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു കാര്യമല്ല. അത് നമ്മുടെ ഇന്ത്യൻ ഫിലോസഫിയിലും വെസ്റ്റേൺ ഫിലോസഫിയിലും ഇന്ത്യൻ റിലിജൻസിലും ക്രിസ്ത്യാനിറ്റിയിലും ബുദ്ധിസത്തിലും ഉൾപ്പെട്ട ഒരു കാര്യമാണ്. പൂർണ്ണതയിൽ നിന്നും അപൂർണതയിലേക്കും ശൂന്യതയിൽ നിന്നും പൂർണ്ണതയിലേക്കും ആ ട്രാവലാണ് നമ്മളുടെ ഏവരുടെയും, എല്ലാ മനുഷ്യൻ്റെയും, അതുപോലെ തന്നെ നമ്മളുടെ ഭൂമിയുടെയും യൂണിവേഴ്സിൻ്റെയും ഫ്രം ഫുൾനെസ്, കംപ്ലീറ്റ്നെസ് ടു ഇൻകംപ്ലീറ്റ്നെസ്, പിന്നെ വേറെ ഒരു തിരിച്ചു വരവ്. ക്രൈസ്തവ ആധ്യാത്മികതയിലും ശൂന്യത എന്ന ആശയത്തിന് വലിയ സ്ഥാനമുണ്ട്. ശൂന്യവൽക്കരണം എന്ന പദത്തിൻ്റെ ക്രിസ്തീയമായ അർത്ഥം ഏറെ മഹത്തരമാണ്. ഒരുപക്ഷെ ആധ്യാത്മികതയുടെ അടിസ്ഥാനം തന്നെ അതാണ്. എന്നാൽ ആത്മീയമായി സമീപിച്ചാലും ദുർഗ്രഹമായ ഒരു ആശയമാണ് അത്. അതിൻ്റെ മൂല്യവും ശക്തിയും അനന്തമാണ് എന്ന വാസ്തവം ഒരിക്കൽ കൂടി ശൂന്യതയുടെയും അനന്തതയുടെയും പാരസ്പര്യത്തെക്കുറിച്ച് താത്വികമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ക്രൈസ്തവ മതത്തിലെ ത്രിത്വൈക ദൈവം, ത്രിയേക ദൈവം, കാൾ റാണറെ പോലെയുള്ള ദൈവശാസ്ത്രജ്ഞർ പറയുന്നത് ദൈവത്തിൻ്റെ പേര് തന്നെ സീറോവൈസേഷൻ എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ നാമമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ കുരിശിൽ തന്നെ ശൂന്യനാക്കിയ ദൈവം, ദ സീറോവൈസേഷൻ ഓഫ് ഗാഡ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ത്രിയേക ദൈവത്തിൽ മൂന്ന് ദൈവവും അല്ലെങ്കിൽ മൂന്ന് അംഗങ്ങൾ ഒന്നാകുന്നത്
ആത്മദാനത്തിലൂടെയാണ്, നിർവീര്യമാക്കലിലൂടെയാണ്, ഇല്ലാതാകലിലൂടെയാണ്. സെൽഫ് എംപ്റ്റീയിങ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഒരു നിറവ്, മതദർശനങ്ങളുടെ നിറവ് പൂജ്യത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അത് വെറും പൂജ്യമല്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പൂജ്യം, ശൂന്യത, അനന്തത ഇവർ തമ്മിലുള്ള ഡൈനാമിക് റിലേഷൻഷിപ്പ് നമുക്ക് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ അതിൻ്റെ എന്ത് നമുക്ക് എടുക്കാൻ പറ്റും? ഇപ്പം ഈ അനന്തതയെക്കുറിച്ച് ചോദിച്ചുകൊണ്ടാണ് ഇപ്പോൾ പൂജ്യവും അല്ലെങ്കിൽ ശൂന്യത, അനന്തത എന്നൊക്കെ പറയുന്നതിന് നമുക്കിങ്ങനെ വേറിട്ട് കാണാനായിട്ട് പറ്റില്ല. എവറിത്തിങ് ഈസ് ഇൻ്റർ റിലേറ്റഡ്. ഇപ്പോൾ ഗണിതശാസ്ത്രകാരന്മാർ തന്നെ പൂജ്യത്തെയും അനന്തതയും വിശേഷിപ്പിക്കുന്നത് അത് രണ്ടും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അക്കങ്ങളുടെ ഇൻഫിനിറ്റി, അത് വളരെ എളുപ്പം നമുക്ക് മനസ്സിലാകും. 1, 2, 3 ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. അതുപോലെ ആളുകളുടെ ഇൻഫിനിറ്റി, സ്ഥലത്തിൻ്റെ ഇൻഫിനിറ്റി, മൈൻഡിൻ്റെ ഇൻഫിനിറ്റി, കാരണം ഇമാജിനേഷനൊക്കെ പോകുന്നത് അത്തരത്തിലാണ്. അപ്പോൾ ഇൻഫിനിറ്റിയും ഇപ്പോൾ ഈ പൂജ്യത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ അനന്തത എന്ന് ഉള്ളതും എല്ലായ്പ്പോഴും എല്ലാ മേഖലകളിലും ഉണ്ടത്, ശാസ്ത്രത്തിലുണ്ട്, തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇൻഫിനിറ്റി ഇപ്പം നമ്മൾ പണ്ട് പഠിക്കുമ്പോൾ പറയുമായിരുന്നു 2 സമാന്തര രേഖകൾ അനന്തതയിൽ ഒന്നിക്കുന്നു എന്ന് പറയും. യഥാർത്ഥത്തിൽ അത് ഒന്നിക്കുന്നുണ്ടോ? പക്ഷേ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. ഒരു വലിയൊരു വിശ്വാസമാണത്. അപ്പോൾ ഇൻഫിനിറ്റി തെളിയിക്കപ്പെടാഞ്ഞിട്ടും തെളിയിക്കപ്പെടേണ്ട പല കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെയും പ്രൂഫ് നൽകാതെ, ഉപപത്തി നൽകാതെ തന്നെയും ഇൻഫിനിറ്റി പോലെയുള്ള ആശയങ്ങളുണ്ട്. ഇതിന് ഇപ്പോൾ പൂജ്യം, ശൂന്യത, അനന്തത എന്നുള്ളതിനെ കൂട്ടി ചിന്തിക്കുമ്പോൾ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളെയും അത് ആശ്ലേഷിക്കുന്നുണ്ട്. ഇപ്പോൾ പൂജ്യം അത് ഊർജ്ജദായകമാണ്, ജീവദായകമാണ് എന്ന് പ്രപഞ്ചോൽപത്തിയിൽ ഞാൻ പറയുണ്ടായി, കോസ്മോളജിക്കൽ സീറോ. അപ്പോൾ മനുഷ്യ ജീവൻ എന്ന് പറയുന്നത് ആ ഒരു സീറോയിൽ നിന്ന് ഉടലെടുത്തു. അത് ലക്ഷ്യം വയ്ക്കുന്നത് വാസ്തവത്തിൽ ഇൻഫിനിറ്റിയാണ്. അപ്പോൾ നമുക്ക് പരിമിതി നിറഞ്ഞ മനുഷ്യന് ഇൻഫിനിറ്റി എന്ന് പറയുന്ന അപരിമയമായ സത്വത്തെ അല്ലെങ്കിൽ സ്വത്വത്തെ, ആ ഒരു കോൺസെപ്റ്റിനെ, ആശയത്തെ ചിന്തിക്കാനായിട്ടുള്ള വലിയൊരു കഴിവുണ്ട്. അതിന് ദാർശനികമായും ധാർമ്മികമായും ദൈവശാസ്ത്രപരമായും ധാരാളം സാധ്യതകളുള്ളതായിട്ട് ഞാൻ കാണുന്നു. ഗണിതശാസ്ത്രം വിശദീകരിക്കുന്ന ചില തത്വങ്ങളും ആശയങ്ങളും മനുഷ്യ മനസ്സിന് ഉൾക്കൊള്ളുവാൻ ബുദ്ധിമുട്ടേറിയതാണ്. പരിധികളില്ലാത്ത വിശാലതയുള്ള ദർശനങ്ങളിലേക്കുള്ള വാതിലാണ് അത്തരം ചില ആശയങ്ങൾ. ശൂന്യത, അനന്തത എന്നിവയുടെ ആന്തരികാർത്ഥങ്ങൾ നമ്മെ നയിക്കുന്നതും ആഴമുള്ള തത്വശാസ്ത്രങ്ങളിലേക്കാണ്. പുറമേ കാണപ്പെടുന്ന ബിംബങ്ങൾക്കപ്പുറം തുറന്ന മനസ്സോടെ വിജ്ഞാന മേഖലകളെ സമീപിക്കുന്നവർക്ക് മുന്നിൽ വെളിപ്പെടുന്ന ലോകസത്യങ്ങൾ ഈ ജീവിതത്തിനപ്പുറത്തേക്ക് അവരെ നയിച്ചേക്കും. താത്വികമായിട്ട് നമ്മൾ പറയുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഇത് ഈ സീറോയും ശൂന്യതയും അനന്തതയൊക്കെ ഈസ് ഇറ്റ് ഡിപ്പെൻഡൻറ്റ്, മൈൻഡ് ഡിപ്പെൻഡൻറ്റ് ഓർ മൈൻഡ് ഇൻഡിപെൻഡൻറ്റ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ചിലർ പറയും, ഇപ്പോൾ പ്ലേറ്റോയെ പോലുള്ള ആളുകൾ പറയും, മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ്സ് ഒക്കെ ഒരു സനാതന സത്യത്തിൻ്റെ പ്രതിരൂപങ്ങൾ മാത്രമാണെന്ന് പറയും. എമാനുവൽ കാന്റിനെ പോലുള്ളവർ പറയും അതൊരു റിയൽ തോട്ടാണ് എന്ന് പറയും. പിന്നെ കൺസ്ട്രക്റ്റീവ്സ് എന്ന് നമ്മൾ പറയുന്ന മനസ്സിൻ്റെ നിർമ്മിതിയായിട്ട് കാണുന്നവർ, ഫോർമലിസ്റ്റ് അതല്ലെങ്കിൽ അതൊരു ഫോമാണ് എന്ന് വിശ്വസിക്കുന്നവർ, ഇൻഡ്യൂഷനിസ്റ്റ് ഇത് ഇൻഡ്യൂഷനാണെന്ന് പറയുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ഇതെന്താണ് എന്ന് പറയുന്നതിലേറെ ഇതെന്തല്ല എന്ന് പറയാനാണ് എളുപ്പം. വാസ്തവത്തിൽ ഇതെല്ലാമാണ്. സീറോ എടുത്തോ ഇൻഫിനിറ്റി എടുത്തോ, അത് മനസ്സിൻ്റെ നിർമ്മിതിയാണ്, മനസ്സിനപ്പുറത്താണ്. ഒരേ സമയം അത് ഇൻഡ്യൂഷനാണ്, മറ്റൊരു സമയം അല്ലെങ്കിൽ അതേ സമയം തന്നെ അത് മാത്തമാറ്റിക്കലായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഇതെല്ലാത്തിൻ്റെയും സമഗ്രതയിൽ വേണം ഇതിനെ മനസ്സിലാക്കാനെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് വാസ്തവത്തിൽ ചില പാരഡോക്സിക്കൽ എക്സ്പീരിയൻസസ്, വൈരുദ്ധ്യാത്മകമായ അനുഭവങ്ങൾ സമ്മാനിക്കുന്നുണ്ട് പൂജ്യവും ശൂന്യതയും അനന്തതയും ഒക്കെ. അത് മാത്തമാറ്റിക്സിലായാലും ശാസ്ത്രത്തിലായാലും പിന്നെ മതത്തിലായാലും മതദർശനങ്ങളിലായാലും ഈ ഒരു സാമഞ്ജസ്യം അതിൻ്റെ വഴിക്ക് വിടണം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. കാരണം അതാണ് ജീവിതത്തിന് കുറച്ച് അർത്ഥങ്ങൾ സമ്മാനിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഗണിതത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത്, ശാസ്ത്രത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത്, മതദർശനങ്ങളെ അതിൻ്റെ അതിഭൗതിക തലങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇത്തരത്തിലുള്ള സഞ്ചകൾ, സീറോ, ശൂന്യത ആൻഡ് ഈ പറഞ്ഞ ഇൻഫിനിറ്റി നമ്മളെ ഒത്തിരിയേറെ സഹായിക്കും.
കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ റഷ്യയിൽ ജീവിച്ച മഹാനായ ഒരു ഗണിതജ്ഞനായിരുന്നു ജോർജ് കാണ്ടോർ. ഗണിതശാസ്ത്ര മേഖലയിൽ അദ്ദേഹത്തെ പ്രശസ്തനാക്കിയത് അദ്ദേഹം അവതരിപ്പിച്ച ഗണസിദ്ധാന്തമാണ്. തികഞ്ഞ ഒരു ദൈവവിശ്വാസി കൂടിയായിരുന്ന അദ്ദേഹം തനിക്ക് ലഭിച്ച അറിവുകൾ ദൈവം വെളിപ്പെടുത്തിയതാണ് എന്ന് പ്രഖ്യാപിച്ചിരുന്നു. അനന്തത എന്ന ആശയത്തെ ഒരു പടി കൂടി ഉയർന്ന് വിശകലനം ചെയ്തുകൊണ്ട് വിശദീകരിക്കുകയാണ് അദ്ദേഹം തൻ്റെ തിയറിയിലൂടെ ചെയ്തത്. വിശുദ്ധ തോമസ് അക്വിനാസിനെ പോലെയുള്ള പണ്ഡിതർ ദൈവശാസ്ത്ര തത്വങ്ങളുടെ വിശദീകരണങ്ങൾക്കായി സമാനമായ ആശയങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഇപ്പം ജോർജ് കാണ്ടൂറാണ് ഇൻഫിനിറ്റിക്ക് ഒരു മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ നൽകിയെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം പലതരത്തിലുള്ള ഡെഫിനിഷനുണ്ട്, ബൗണ്ട്ലെസ്, പരിധിയില്ലാത്തത് എന്നൊക്കെ മാത്തമാറ്റിക്കലായിട്ട് നമുക്ക് പറയാം. കാണ്ടൂർ അത് ഈ ഗണസിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ട്, സെറ്റ് തിയറി ആയിട്ട് ബന്ധപ്പെട്ട് അതിനെ വിശദീകരിച്ചു. ഇപ്പം ഓരോ സംഖ്യയെ അദ്ദേഹം ഗണമായിട്ടെടുത്തു. 1 മുതൽ അനന്തത വരെ പോകുന്ന ഒരു ഗണം, അതിനെ അദ്ദേഹം ഒമേഗ എന്ന് വിളിച്ചു. അതിൻ്റെ കൂടെ മറ്റൊരു ഗണം ചേർത്ത് കഴിഞ്ഞാൽ എന്താണ്, ω+1 എന്ന് വിളിച്ചു. വേറെ 2 അംഗങ്ങളൂടെ ചേർത്താണ് ω+2. അപ്പോൾ കാണ്ടൂർ പറയുന്നത് പരിമിതി, ഫൈനൈറ്റ് എന്ന് പറയുന്ന അതിനോടൊപ്പം ട്രാൻസ്ഫൈനൈറ്റ് എന്ന് പറയുന്ന കുറേ സംഗതികൾ ഗണിതത്തിലുണ്ട്, ഗണിത വ്യൂഹത്തിലുണ്ട്. ω+1, ω+2 അതെല്ലാം ട്രാൻസ്ഫൈനൈറ്റുകളാണ്. ഫൈനൈറ്റ് അല്ല, പക്ഷേ അപരിമേയമാണ്. എന്നാൽ അത് കേവല അനന്തതയല്ല, അബ്സല്യൂട്ട് ഇൻഫിനിറ്റി അല്ല. ഈ ഗണിത വ്യൂഹത്തിലെ എല്ലാ അനന്തതകളൂടെ ചേർന്നാണ് അബ്സല്യൂട്ട് ഇൻഫിനിറ്റി ആയിട്ട് കോണ്ടൂർ പറയുന്നത്. അപ്പോൾ അതായത് അത് പറയും ഫൈനൈറ്റ് കണ്ടെയ്ൻഡ് ഇൻ ട്രാൻസ്ഫൈനൈറ്റ് കണ്ടെയ്ൻഡ് ഇൻ അബ്സല്യൂട്ട് ഇൻഫിനിറ്റി. അതൊരു ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റായിട്ട് എനിക്ക് തോന്നി. ഇപ്പോൾ തോമസ് അക്വാനാസിനെ പോലുള്ള ദൈവശാസ്ത്രജ്ഞന്മാർ കേവല അനന്തത, അബ്സല്യൂട്ട് ഇൻഫിനിറ്റി, റിലേറ്റീവ് ഇൻഫിനിറ്റി എന്ന് പറയുന്ന 2 സംഖ്യകൾ പറയുണ്ടായി. എല്ലാ ഇൻഫിനിറ്റികളുടെ ആകത്തുകയാണ് അബ്സല്യൂട്ട് ഇൻഫിനിറ്റി. തോമസ് അക്വാനാസിന് അത് ദൈവമാണ്. ആപേക്ഷിക ഇൻഫിനിറ്റി, അനന്തത എന്ന് പറയുന്നത് ട്രാൻസ്ഫൈനറ്റുകളായിട്ട് വേണമെങ്കിൽ നമുക്ക് യോജിപ്പിക്കാവുന്നേ ഉള്ളൂ. അത് പരിമിതമല്ല, അനന്തമാണ്, പക്ഷെ കേവല അനന്തത അല്ല താനും. അപ്പോൾ ഇത്തരത്തിലുള്ള ഫൈനൈറ്റ്, ട്രാൻസ്ഫൈനൈറ്റ്, ഇൻഫിനിറ്റ് കോൺസെപ്റ്റ്സ് നമ്മുടെ മത ദർശനങ്ങളെ കൂടുതൽ പരിപോഷിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. രീതിശാസ്ത്രപരമായ വ്യത്യാസമുണ്ട്, കാരണം ഒന്ന് വിശ്വാസത്തിൻ്റെ മണ്ഡലമാണ്, മറ്റത് ഗണിതത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും മണ്ഡലമാണ്. പക്ഷേ ചില കോമൺ പ്ലാറ്റ്ഫോമുകൾ നമുക്കത് സമ്മാനിക്കുന്നുണ്ട്. അത് സംവാദത്തിനും സംഭാഷണത്തിനും കൂടുതൽ ഇടം നൽകുകയും അർത്ഥം നൽകുകയും ചെയ്യുന്നുവെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടിസ്ഥാനപരമായി ഗണിതശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെങ്കിലും പൂജ്യം, അനന്തത തുടങ്ങിയ ആശയങ്ങൾ ഗണിതശാസ്ത്രത്തിൻ്റെയോ ഭൗതികശാസ്ത്രത്തിൻ്റെയോ സിദ്ധാന്തങ്ങൾ കൊണ്ട് വിശദീകരിക്കാൻ കഴിയുന്നവയല്ല. ആത്യന്തികമായി മനുഷ്യൻ്റെ കൈപ്പിടിയിലുള്ള വിജ്ഞാന മേഖലകൾക്കെല്ലാം അതീതമാണ് ഈ ആശയങ്ങൾ. തത്വശാസ്ത്രപരവും ആത്മീയവുമായി കൂടുതൽ വലിയ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ് ഇവയെന്ന് അനവധി ചിന്തകർ വെളിപ്പെടുത്തുന്നുണ്ട്. ജീവിത സത്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നവർക്ക് മുന്നിൽ ഉൾക്കാഴ്ചകളുടെ ഒരു പ്രപഞ്ചം തന്നെയാണ് ഈ ആശയങ്ങൾ സമ്മാനിക്കുന്നത്. സീറോയെ, ഇൻഫിനിറ്റിയെ ഹിസ്റ്റോറിക്കലായിട്ട് അനലൈസ് ചെയ്തു, അത് കഴിഞ്ഞ് സയൻറ്റിഫിക്കായിട്ട് അനലൈസ് ചെയ്തു, ഫിലോസഫിക്കലായിട്ട് അനലൈസ് ചെയ്തു. അതിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് ഒന്നാണ്, അതായത് ഈ സീറോയും ഇൻഫിനിറ്റിയും ശാസ്ത്രത്തെ അതിൽ നിന്ന് തന്നെ മതിൽ കടക്കുവാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ റിലിജനെയും ഇറ്റ് ഹെൽപ്സ് എസ്, എൻകറേജസ് എസ് ടു എക്സ്റ്റെൻഡ് ഇറ്റ് സെൽഫ്. പിന്നെ വേറൊരു കാര്യം കൂടെ ബിനോയ് പറയാറുണ്ടായി, അതായത് ഈ ഇൻഫിനിറ്റിയും സീറോയും നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമാണ്. അതാണ് ഒരു പരിധിവരെ നമ്മെ നയിക്കുന്നത്. അതാണ് നമ്മളുടെ എല്ലാവരുടെയും ഇടയിലുണ്ട ആ ഡൈനാമിക് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നത്. ഗണിതശാസ്ത്രം എന്നത് കേവലം ഭൗതികമായ ഒരു വിജ്ഞാന ശാഖയല്ല. ജീവിതവും ജീവിത ദർശനങ്ങളുമായി അഭേദ്യമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ഒരു മേഖലയാണ് അത്. ഗണിത തത്വങ്ങൾ പലതും നമ്മുടെ ചിന്താശേഷിയെയും കാഴ്ചപ്പാടുകളെയും ശക്തമായി സ്വാധീനിക്കാൻ പര്യാപ്തമാണ്. തുറന്നു ചിന്തിക്കാൻ തയ്യാറുള്ളവരെ ശക്തമായ ദൈവവിശ്വാസത്തിലേക്കും അത് നയിക്കുന്നു. ഗണിതശാസ്ത്ര സങ്കേതങ്ങളിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുന്നു. ലൈറ്റ് ഓഫ് ട്രൂത്ത് എന്ന ഈ ശാസ്ത്ര മതസംവാദ പരമ്പരയുടെ കഴിഞ്ഞ എപ്പിസോഡുകൾ
യൂട്യൂബിൽ ലഭ്യമാണ്. ഈ ഡോക്യുമെൻ്ററി പരമ്പരയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാട്സപ്പ് വഴി ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ 9745901960. സാമ്പ്രദായിക ലോജിക് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു വിഭാഗം, ക്ലാസിക്കൽ ലോജിക് അല്ലെങ്കിൽ ട്രഡീഷണൽ ലോജിക് എന്ന് നമ്മൾ പറയുന്നത് അരിസ്റ്റോട്ടീലിയൻ ലോജിക്കാണ് അതിൽ പ്രധാനമായിട്ടും നിൽക്കുന്നതെന്ന് നമുക്കറിയാം. അത് പലപ്പോഴും ദ്വന്ദ്വ മൂല്യങ്ങളാണ് മുൻപോട്ട് വയ്ക്കുക. ഒന്നുകിൽ ശരി അല്ലെങ്കിൽ തെറ്റ്, ഒന്നുകിൽ വലുത് അതല്ലെങ്കിൽ ചെറുത്, ട്രൂ ഓർ ഫോൾസ്, യെസ് ഓർ നോ. യെസ് ഓർ നോ എന്ന് പറയുന്നത് ഒരു അപ്രോക്സിമേഷൻ മാത്രമായിരുന്നു. അതൊരു ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ മാത്രമായിരുന്നു. 1 അല്ലെങ്കിൽ 0, അതിൻ്റെ ഇടയ്ക്ക് നോക്കുക വേണ്ടെന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ സയൻസിന് ഡെവലപ്മെൻറ്റ് വന്നു, ഹൈസൻബർഗിൻ്റെ പ്രിൻസിപ്പിൾ വന്നു, അതുപോലെ തന്നെ പലതരത്തിലുള്ള ഗേഡൽസിൻ്റെ തിയറം വന്നു. ഇതെല്ലാം കൂടെ വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഗണിതശാസ്ത്രത്തിനും മറ്റു ശാസ്ത്രങ്ങൾക്കും വളരെയധികം പുരോഗമനം വന്നിട്ടുണ്ട്. ഫസി ലോജിക്കിൻ്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി ആയിട്ട് ഞാൻ കാണുന്നത് അതിൻ്റെ മീനിങ് ഡയമെൻഷനാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ പറയാറുണ്ട് പ്രോബബിലിറ്റി, റാൻഡംനെസ് എന്ന് പറയുന്നത്. ഒരു ഇവൻ്റ് നടന്നു അല്ലെങ്കിൽ നടന്നില്ല, അതിനൊരു പ്രോബബിലിസ്റ്റിക് വാല്യൂ, സംഭാവിത, സൈദ്ധാന്തിക അട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം ഫസി ലോജിക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ഇവൻ്റ് നടന്നു കഴിഞ്ഞാൽ ആ ഇവൻ്റ് ഒക്കറൻസ് മാത്രമല്ല, നടക്കുന്ന സംഭവത്തിൻ്റെ മീനിങ് കൂടെ പരിഗണനയിൽ എടുക്കുന്നുണ്ട്.